ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉപയോഗത്തിലില്ലാത്ത അല്ലെങ്കിൽ അടഞ്ഞുകിടക്കുന്ന ബിൽഡിങ്ങുകളെ പ്രോപ്പർട്ടി ടാക്സിൽ നിന്നും എങ്ങനെ ഒഴിവാക്കാം എന്നതിൻ്റെ പ്രോസസ്സ് കെ സ്മാർട്ടിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. വേക്കൻസി റെമിഷൻ എന്നാണ് ഇതിന് പറയുന്നത്. കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകളൊക്കെ കെ സ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 35-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി നമ്മൾ കെ സ്മാർട്ടിൽ പ്രവേശിച്ച ശേഷം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. ആരുടെ കെട്ടിട നികുതിയാണോ പ്രോപ്പർട്ടി ടാക്സാണോ ഒഴിവാക്കേണ്ടുന്നത് ആ ഉടമസ്ഥൻ്റെ പേരിൽ, ബിൽഡിംഗ് ഓണറുടെ പേരിൽ രജിസ്ട്രേഷൻ എടുക്കണം. സിറ്റിസൺ രജിസ്ട്രേഷൻ വഴിയാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടുന്നത്. വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനിവിടെ സിറ്റിസൺ ലോഗിൻ വഴി മൊബൈൽ കൊടുത്ത് OTP കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ്. അങ്ങനെ ലോഗിൻ ചെയ്ത് ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡിൽ പ്രവേശിച്ച ശേഷം മുകളിൽ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടത് സൈഡിലായിട്ട് പ്രോപ്പർട്ടി ടാക്സ് എന്നും കാണാം. ആ പ്രോപ്പർട്ടി ടാക്സിൽ വീണ്ടും പ്രസ് ചെയ്ത് കൊടുത്താൽ വലത് സൈഡിൽ നമുക്ക് ബിൽഡിംഗ് സർവീസ് എന്ന് കാണാം. അതിന് മുകളിലുള്ള പ്ലസ് ചിഹ്നത്തിൽ പ്രസ് ചെയ്താൽ ഇവിടെ നമുക്ക് വേക്കൻസി റെമിഷൻ എന്ന് കാണാം. ആ വേക്കൻസി റെമിഷനിൽ പ്രസ് ചെയ്താണ് മുന്നോട്ട് പോകേണ്ടത്. ഉപയോഗത്തിലില്ലാത്ത കെട്ടിടങ്ങളുടെ നികുതി ഒഴിവാക്കുന്നതിന് വേക്കൻസി റെമിഷൻ എന്ന ടാബ് ഉപയോഗിച്ചാണ് അപേക്ഷിക്കേണ്ടുന്നത്. എക്സ് സർവീസ്മെനിൻ്റെയും എക്സ് സർവീസ്മെൻ്റെ വിധവയുടെയും ഒക്കെ പ്രോപ്പർട്ടി ടാക്സ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ഒരു പ്രോസസ്സ് അല്ല ചെയ്യേണ്ടുന്നത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അങ്ങനെ വേക്കൻസി റെമിഷനിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു പേജിലെത്തും. ഇവിടെ നമുക്ക് 2 ടാബുകൾ കാണാം. വേക്കൻസി റെമിഷൻ എന്നും വേക്കൻസി റെമിഷൻ റിവോക്ക് എന്നും. വേക്കൻസി റെമിഷൻ റിവോക്ക് എന്നാൽ നമ്മൾ ഒരിക്കൽ വേക്കൻസി റെമിഷന്, അതായത് നികുതി ഒഴിവാകുന്നതിന് വേണ്ടി അപേക്ഷിച്ചതിന് ശേഷം അതിൽ നിന്നും വീണ്ടും നമുക്ക് പിന്നീട് നികുതി ഒഴിവാകേണ്ട അത് ക്യാൻസൽ ചെയ്യുവാനായിട്ടാണ് വേക്കൻസി റെമിഷൻ റിവോക്ക് ഉപയോഗിക്കുന്നത്. വേക്കൻസി റെമിഷൻ അപ്രൂവ് ആയെങ്കിൽ മാത്രമേ പിന്നീട് റിവോക്ക് ചെയ്യുവാൻ, ക്യാൻസൽ ചെയ്യുവാനുള്ള ലിങ്ക് നമുക്ക് ലഭിക്കുകയുമുള്ളൂ. ഇവിടെ ഞാൻ വേക്കൻസി റെമിഷൻ എന്നുള്ള ആ ആദ്യത്തെ ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രൊഫൈലിൽ ബിൽഡിംഗ് ഒന്നും ലിങ്ക് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏത് ബിൽഡിങ്ങിൻ്റെ ആണോ ടാക്സ് ഒഴിവാക്കേണ്ടുന്നത്, വേക്കൻസി റെമിഷന് വേണ്ടി അപേക്ഷിക്കുന്നത്, ആ ബിൽഡിങ് നമുക്ക് ഈ ഒരു പ്രൊഫൈലിൽ ലിങ്ക് ചെയ്യേണ്ടുന്നതുകൊണ്ട് ഓണറുടെ ID ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന IDയിൽ തന്നെയാണ് ലിങ്ക് ചെയ്യേണ്ടുന്നത്. ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ പുതിയ പ്രോസസ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഒന്നുകിൽ ഇവിടെ കാണുന്ന ലിങ്ക് ബിൽഡിങ്ങിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയി നിങ്ങൾക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് ബിൽഡിങ് ലിങ്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വീഡിയോയിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഓൾറെഡി ബിൽഡിംഗ് ലിങ്കിന് അപേക്ഷിച്ച് അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു അപേക്ഷ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ വേക്കൻസി റെമിഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനൊരു പേജിലായിരിക്കും എത്തിച്ചേരുക. ഇവിടെ ബിൽഡിങ്ങിൻ്റെ ഓണർ പേരും മറ്റ് ഡീറ്റെയിൽസും സ്ക്വയർ മീറ്ററും അതിൻ്റെ മറ്റു വിവരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. വലത് സൈഡിലായിട്ട് അപ്ലൈ എന്നുള്ളൊരു ലിങ്ക് കാണാം. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്താണ് നമുക്ക് അപേക്ഷിക്കാനായിട്ട് മുന്നോട്ട് പോകേണ്ടുന്നത്. തുടർന്ന് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി കാണിക്കുന്നതും താഴോട്ട് വന്ന് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതുമാണ്. തുടർന്ന് വരുന്ന പേജിൽ വേക്കൻസി റെമിഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. ഇവിടെ ഫൈനാൻഷ്യൽ ഇയർ എന്നുള്ളിടത്ത് 2 ഫസ്റ്റ് ഹാഫും ഉണ്ട്, സെക്കൻഡ് ഹാഫും ഉണ്ട്. 2025-26 ഫൈനാൻഷ്യൽ ഇയർ. ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്നത് April 1 തൊട്ട് September 30 വരെയും സെക്കൻഡ് ഹാഫ് October 1 മുതൽ March 31 വരെയാണ്. ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ ഇയറാണ് ഇവിടെ പറഞ്ഞത്. 2025-26 നിങ്ങൾ ചെയ്യുന്നത് താമസിച്ചാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഫൈനാൻഷ്യൽ ഇയർ ആയിരിക്കും കാണിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ ഇത് അപേക്ഷിക്കാൻ പറ്റിയ സമയമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ഓരോ ഫൈനാൻഷ്യൽ ഇയറിലും നമ്മൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്ന് വേണം. ഫസ്റ്റ് ഹാഫിൽ അപ്ലൈ ചെയ്ത് അത് അനുവദിച്ച് കിട്ടിയാൽ സെക്കൻഡ് ഹാഫിൽ വീണ്ടും ഈ ആനുകൂല്യം കിട്ടണമെങ്കിൽ സെക്കൻഡ് ഹാഫിൽ, അതായത്
ഒക്ടോബർ 1-നും മാർച്ച് 31 വരെയുള്ള ആ സെക്കൻഡ് ഹാഫ് പീരീഡിലും അതിൻ്റെ ആദ്യത്തെ ആഴ്ചയൊക്കെയാണ് അപേക്ഷിക്കേണ്ടത്. അങ്ങനെയുള്ള വീണ്ടും സെക്കൻഡ് ഹാഫിലും നമ്മൾ അപേക്ഷിക്കണം. എങ്കിൽ മാത്രമേ രണ്ടാമത്തെ ടേൺ സെക്കൻഡ് ഹാഫിലും നമുക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. ഞാനിവിടെ ഇപ്പോഴത്തെ ഫസ്റ്റ് ഹാഫ് കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്രം ടു പീരീഡ് എന്ന് മുതൽ എന്ന് വരെയാണെന്നുള്ളത് ആ ഒരു മന്ത് കണക്കാക്കി അവിടെ ഡേറ്റും കലണ്ടർ ചൂസ് ചെയ്ത് അത് കൊടുക്കണം. അതിനുശേഷം റീസണാണ് കൊടുക്കേണ്ടുന്നത്. റീസൺ നോട്ട് ഫങ്ഷനിങ് എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ നോട്ട് ഫങ്ഷനിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ റീസൺ കൊടുക്കാവുന്നതാണ്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡേറ്റും നിങ്ങൾക്ക് എന്ന് മുതൽ എന്ന് വരെയാണ് നികുതി ഒഴിവാക്കി കിട്ടേണ്ടുന്നത്, അതനുസരിച്ച് ഡേറ്റ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴെ വന്ന് സേവ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും അവിടെ നമുക്ക് വേക്കൻറ്റ് ഡേയ്സ് എത്ര ദിവസത്തേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തത്, ആ കലണ്ടർ ചൂസ് ചെയ്ത് കൊടുത്തതെന്ന് അവിടെ കാണിക്കുകയും അതിനോടൊപ്പം എമൗണ്ട് ദാറ്റ് ക്യാൻ ബി വേവ്ഡ് ഓഫ്, എത്ര രൂപയാണ് നമുക്ക് കുറഞ്ഞ് കിട്ടുന്നത്, ഒഴിവാക്കി കിട്ടുന്നത് എന്നും അവിടെ കാണിച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മൾ പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു പ്രിവ്യൂ നമുക്ക് ലഭിക്കുന്നതാണ്. പ്രിവ്യൂവിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അവിടെയും എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. താഴെ വേക്കൻസി റെമിഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. താഴെ വന്ന് വീണ്ടും പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് ഡിക്ലറേഷനാണ്. അവിടെ കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം അവിടെ പ്രൊസീഡ് കൊടുത്ത് വീണ്ടും മുന്നോട്ട് പോകണം. അതിനുശേഷം മൊബൈൽ OTP വെരിഫിക്കേഷനാണ്. ഇവിടെ ബിൽഡിംഗ് ഓണറുടെ പേരും അതേപോലെ തന്നെ മൊബൈൽ നമ്പർ, ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും കാണിക്കുന്നതാണ്. അവിടെ സെൻഡ് OTP കൊടുത്ത് അതിലേക്ക് വരുന്ന ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വരുന്ന OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും വീണ്ടും താഴെ വന്ന് ഫൈനൽ സബ്മിഷൻ കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പേജ് ലഭിക്കുകയും ഇവിടെ അക്നോളജ്മെൻറ്റും അതുപോലെ തന്നെ കോഡ് നമ്പരും ഒക്കെ ലഭിക്കുന്നതാണ്. വ്യൂ മോർ ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രിൻ്റ് എടുക്കാനും റെസിപ്റ്റ് പ്രിൻ്റ് എടുക്കാനും അതേപോലെ തന്നെ അത് സേവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതുമാണ്. തുടർന്ന് അവിടെ ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ റീഡയറക്റ്റ് ചെയ്ത് ഹോം പേജിലേക്ക്, ആപ്ലിക്കൻ്റ് ഹോം പേജിലേക്ക് പോകുന്നതും ഇവിടെ നമുക്ക് മൈ ആപ്ലിക്കേഷൻ എടുത്ത് വീണ്ടും പ്രോപ്പർട്ടി ടാക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേക്കൻസി റെമിഷൻ ഇനിഷ്യേറ്റഡ് എന്ന് കാണിക്കുന്നത് കാണാം. ഇവിടെ നിന്നും നമുക്ക് റെസിപ്റ്റ് പ്രിൻ്റ് എടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇത് അപ്രൂവ് ചെയ്യണം. ഇൻസ്പെക്ഷനോ വെരിഫിക്കേഷനോ ആവശ്യമുള്ളതാണെങ്കിൽ അത് അങ്ങനെ വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും അപ്രൂവ് ചെയ്യുന്നത്. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും ഒക്കെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെയൊക്കെ സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ മുകളിൽ മൈ ബിൽഡിങ്ങിൽ പ്രസ് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കുകയും ഒക്കെ ചെയ്യാവുന്നതുമാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.